ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, ആരടിയത്? എന്റെ ഓഫീസിലെ സാറാ. ഓഫീസിലെ സാറോ? നീ ഓഫീസിൽ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 2 വർഷം. എന്തേ? അല്ല, ഈ 16 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും തേനും പാലും ഒലിപ്പിച്ച് നീ എന്നോട് സംസാരിച്ചിട്ടില്ല. അല്ല, ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ്? ഇന്ത്യ കണ്ടുപിടിച്ച എന്റെ ഉപ്പ മമ്മദാജി നരിക്കുനിയിലെ. ഹലോ, എന്നിട്ട് ഉപ്പ എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വലിയ വലിയ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പ ഒരക്ഷരം മിണ്ടൂല. അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനാണ് ഇഞ്ച ഉപ്പ. വല്ലാത്തൊരു വിവരം തന്നെയാണ്. 10 ഇവിടെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ജോലി കിട്ടി. ടീച്ചറാണോ? ടീച്ചറല്ല. പ്യൂണാണോ? പ്യൂണും അല്ല. മാനേജർ? അതും അല്ല. ഷെഫ്. സ്കൂളിൽ ഷെഫ്. കഞ്ഞിവെപ്പ്. മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരുവും തേങ്ങ അരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. അതെ, അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം? നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ, വൃത്തിയേട്. നാളെ എന്നെ പെണ്ണ് കാണാൻ അമേരിക്കയിൽ നിന്ന് ചെറുക്കം വരണുണ്ട്. എവിടെന്ന്? അമേരിക്കയിൽ നിന്ന്. ഞാൻ കേറി പോവാതെ നീ താഴെ പിടി, കുറച്ചുകൂടെ താത്ത് പിടിക്കട്ടെ. സിംഗപ്പൂർ. സിംഗപ്പൂർ. കുറച്ചും കൂടെ താക്ക്. ബോംബെ. കുറച്ചും കൂടെ താക്ക്. വർക്കല ബീച്ചിലെ കപ്പലടി കച്ചവടം. എന്ത്? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ. നിന്റെ പേരെന്തുവാടി? ഭാനു. ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇത്തിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? അമ്പിളിക്കറിയോ? ഞാൻ കരയില്ല, ചേട്ടൻ പറഞ്ഞു. അല്ല, കറിയോന്നല്ല, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാം. ഇല്ല, എന്നോട് ബ്രോക്കർ പറഞ്ഞത് ഒരു കലാകാരനാണെന്നാണ്. എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അതെവിടെ കളഞ്ഞ? അത് കളഞ്ഞല്ല, അച്ഛൻ മരിച്ചതാ. ഇക്കുറിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അവിടെ പശുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുമ്പ. ആന്റി കണ്ടിട്ടുണ്ടോ? ആന്റി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടും കെട്ടിയെടുത്ത് എന്തിനാണെന്ന് ആദ്യം പറ. ഈ ആന്റിയെ പോലെ തന്നെ ലവ്ലി, ഭയങ്കര കൊരഞ്ഞി. എന്റെ കട്ടറെടുത്തിട്ട് തന്നില്ല. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? നിന്റെ അമ്മയമ്മല്ലേ? നിനക്ക് അങ്ങനെ തന്നെ. പക്ഷെ എനിക്കൊരു ഡൗട്ട്. ഈ AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കും? AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കുമെന്ന്?